ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ മുക്കം ടൗണിലാണ് ഞങ്ങളുള്ളത്. വയനാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുകയുണ്ടായി. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന്. ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട് പരിചയമുള്ള ഈ പേരുമാറ്റം കേരളത്തിലേക്കും വരുന്നതിനെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത്? ആ പ്രതികരണമാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് തേടുന്നത്. ആളുകളുടെ പ്രതികരണത്തിലേക്ക്. സാധാരണ ഉത്തരേന്ത്യയിലേക്കാണ് ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വയനാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുന്നു സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന്. അങ്ങനെ പേര് മാറ്റേണ്ടതുണ്ടോ? അങ്ങനെ ആ പേര് മാറ്റാൻ ഇപ്പം എന്താ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താന്ന് ഈ ഭരണകേന്ദ്രങ്ങളാണ് അതിന് ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. അല്ല, പേര് മാറ്റേണ്ടതുണ്ടോ? സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് അല്ലെങ്കിൽ മറ്റു പേരുകളൊക്കെ മാറ്റേണ്ടതായിട്ട് തോന്നുന്നില്ല. നമ്മളെ അഭിപ്രായം നിലവിലുള്ള സംഗതികളൊക്കെ അതേമാതിരിയായിട്ട് തുടർന്ന് പോട്ടെ. സ്ഥലപ്പേര് മാറ്റാന്ന് പറയുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ. ഈ ഇലക്ഷൻ്റെ സമയത്ത് അത് എടുത്തു വെച്ച് എന്തിനാന്ന് മനസ്സിലായില്ല. സുൽത്താൻ ബത്തേരി മതി. സുൽത്താൻ ബത്തേരി മതി. വേണ്ട വേണ്ട, സുൽത്താൻ ബത്തേരി തന്നെ മതി. ഈ ഗണപതി വട്ടം വേണ്ട. വേണ്ട, സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി മാറ്റേണ്ട കാര്യമില്ല. അത് സുൽത്താൻ ബത്തേരി തന്നെയാണ് നമുക്ക് കേൾക്കാനും പറയാനൊക്കെ താല്പര്യം. ഈ പക്ഷേ കെ സുരേന്ദ്രൻ അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് അറിയില്ല. അത് സുൽത്താൻ എന്നുള്ള പേരുണ്ടായിട്ടായിരിക്കും സംശയം. അത് വേണ്ട. എന്തിനാണ് അങ്ങനെ? അവിടെ സുൽത്താൻ ബത്തേരി എന്നൊരു പേര് വന്നിട്ടുണ്ട്. അതിന് പിന്നെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് സുൽത്താൻ ബത്തേരി വന്നിട്ടുള്ളത്. ഇത് ഗണപതി വട്ടം ആക്കുന്നത് കൊണ്ട് എന്താണ് അതിന് ഉചിതം എനിക്ക് മനസ്സിലായിട്ടില്ല. സുരേന്ദ്രൻ ചരിത്രം പഠിക്കണമല്ലോ. പഠിക്കേണ്ടിയിരിക്കും. ആ പേര് തന്നെ മതി, അതല്ലേ നല്ലത്. സുൽത്താൻ ബത്തേരി മതി. സുൽത്താൻ ബത്തേരി എന്താ പറയുക, ഒരു അറിവില്ലായ്മ ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ളൊരു അറിവില്ലായ്മ ഉണ്ട്. സാധാരണ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുമ്പോൾ അതൊരു വോട്ട് ധ്രുവീകരണത്തിന് കാരണമാകാറുണ്ട്. ഈ പേരുമാറ്റം അതുപോലെ മറ്റ് സംവിധാനങ്ങളൊക്കെ. പക്ഷെ ഇവിടെ അത് നടക്കില്ല. ഇതൊരു കോമഡി ആയിട്ട് മാത്രം എടുത്താൽ മതി. അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി ആയിട്ട് മാത്രം എടുത്താൽ മതി. അതൊരു ശരിയില്ലാത്ത പരിപാടിയാണല്ലോ. ഇത് കേരളമല്ലേ. ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ച പേര് മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയണ കാര്യമല്ല. നമ്മൾ ജനിച്ച് വളർന്ന ഈ നാടിൻ്റെ പേര് മാറ്റണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടത്തിൽ പെട്ടവർക്ക് തന്നെ ഇഷ്ടം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ പേര് മാറ്റണമെന്നുള്ള അഭിപ്രായം പറയാൻ ഞങ്ങളല്ല. അതാ അതിൻ്റെ പഴയ പേരാണ്. ഞാൻ ആധാരം എടുത്തിട്ടുണ്ട്. അമ്പലം സ്ഥലം ഉണ്ടാക്കി. അതിൻ്റെ പഴയ ആധാരത്തിലാണ് പേര് കേട്ടൊരു ഗണപതി ക്ഷേത്രം ഉണ്ട് അവിടെ. വർഷത്തിൽ 1008 തേങ്ങ കൊണ്ട് മുട്ടറക്കുന്ന ക്ഷേത്രം. ആ ദിവസം ഞാൻ പങ്കെടുത്താണ് ആ പരിപാടിയിൽ. എല്ലാം പഴയ പേരുകൾ പുതിയ പേരിട്ടുകൊണ്ട് തൃശ്ശൂർ, കാലിക്കറ്റ്, കോഴിക്കോട് അങ്ങനെ ആയിക്ക് വരുമ്പോൾ അങ്ങനെ ആവുമല്ലോ. അല്ലാണ്ട് വേറെ എനിക്കൊന്നും പറയാനില്ല. അതേക്കൊണ്ട് പറയാന്ന് വെച്ചാൽ ഒരു വർഗീയമായ രീതിയിലാണ് സുരേന്ദ്രൻ വളച്ചൊടിക്കുന്നത്. നമ്മളെ സമൂഹം എന്ന് വെച്ചാൽ മതപരമായി നല്ല നിഷ്പക്ഷതയോടെ ഒത്തൊരുമയോടെ കഴിയുന്ന ഒരു സമൂഹമാണ്. സുരേന്ദ്രൻ അങ്ങനെ പലതും പറയും. അതിൻ്റെ പ്രതികരിക്കാതിരിക്കുക നല്ലത്. ഞാൻ അഭിപ്രായക്കാരല്ല. അതങ്ങനെ കണ്ടാൽ മതി. ആൾ ഇനിയും വലുതൊക്കെ അതിന് മുമ്പും പറഞ്ഞു. സുൽത്താൻ ബത്തേരി മതി. സുരേന്ദ്രൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വട്ട് കേസായിട്ടുള്ള ആള്. സുൽത്താൻ ബത്തേരി ടൗണ് ഗണപതി മണ്ഡപം ആക്കണം, വട്ടമാക്കണം. മൂപ്പരങ്ങനെ പലതും പറയും. കുതിരട്ടത്ത് പോയാലും പലരും ഇങ്ങനെ വിളിച്ചു തന്നെയാണ്. അതൊന്നും ആരും പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പം സുരേഷ് ഗോപി എന്തൊക്കെ പറഞ്ഞില്ലേ, തൃശ്ശൂർ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ. ഇങ്ങനെ മറ്റേ ഇളകിയിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ പറയുന്ന സുരേന്ദ്രൻ പ്രത്യേകിച്ചും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു വിഷയമാക്കിയില്ല ആരും. ഈ പ്രസ്താവന കൊണ്ട് സുരേന്ദ്രന് വോട്ട് കൂടൂലെന്നാണ്. കുറയും, കുറച്ചുകൂടി കുറയും. സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞിരിക്കാൻ അത് ടിപ്പു സുൽത്താൻ്റെ പേരുള്ളതല്ല പോന് പ്രശ്നം. നമ്മൾ ടിപ്പു സുൽത്താൻ അംഗീകരിക്കുന്ന അല്ലാത്തവരുണ്ടാവുമല്ലോ, ഓന് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർ മറിച്ച് ചെയ്യും. എല്ലാ ഗണപതി ആരാധകരും ഒന്നായിട്ട് സുരേന്ദ്രനെ വോട്ട് ചെയ്യൂല. സുരേന്ദ്രൻ ഗണപതിൻ്റെ ജനപ്രതിനിധിയൊന്നും അല്ലല്ലോ. പറയാനോ ഗണപതി ആരാധിക്കുന്നവർ പോലും സുരേന്ദ്രനെതിരെ വോട്ട് ചെയ്യും. അതിന് വോട്ട് ചെയ്യും. ഇങ്ങനെയല്ലല്ലോ മതവിശ്വാസവും ആരാധനാകർമ്മങ്ങളും കൊണ്ടുകൊണ്ട്. അതിന് ചെറിയ ഒരു രീതിയുണ്ട്. അത് ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെയാണ്. ബഹുമത രാജ്യമാണല്ലോ. ഇവിടെ പല സംസ്കാരം ഉണ്ടാവും, പല മതങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. അവർ പലതും അതിനൊക്കെ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ. അല്ല, നമുക്ക് ഇവിടെ പേര് മാറ്റണം ആദ്യം. അറബിക്കടൽ അറബി എന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ ഇതല്ലേ, അതിൻ്റെ പേര് മാറ്റണം ആദ്യം. ഈ സുരേന്ദ്രൻ്റെ വാക്കുകളെ എങ്ങനെയാണ് താങ്കൾ ഇത് പൊതുവെ? അയാൾക്ക് ഇവിടെ ഒരു ഇത്, അതായത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കും ഇവിടെ അറിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓളുണ്ടാക്കുക.
വയനാട് മണ്ഡലത്തിലെ 95% വോട്ടർമാരും അഭിപ്രായപ്പെടുന്നത് പേരുമാറ്റവുമായി കെ സുരേന്ദ്രൻ ഇവിടേക്ക് വരണ്ട, ഇത് കേരളമാണ് എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്നും കെ സുരേന്ദ്രൻ പാഠം ഉൾക്കൊള്ളട്ടെ എന്നാണ് അവർക്ക് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.